ഇതാണ് നമ്മളെ പെര. ഇതാണ് നമ്മളെ കെട്ടിയോള്. ഞങ്ങളെ ബെഡ്റൂം വേറെ ലെവലാട്ടോ. നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ നമ്മളെ ബെഡ്റൂം. ഇതാണ് ഇക്കയുടെ ബെഡ്റൂം എന്ന് പറഞ്ഞത് അല്ലേ? അല്ലേ, ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് 12 കൊല്ലത്തെ MRI സ്കാനിങ് ഇന്ന് തപ്പിയെടുത്തതാണ് ഞങ്ങള് രണ്ടാളും. അത് ഞങ്ങക്ക് നാളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്ട്. ഇവിടെയാണ് അവരുടെ കണ്ണീരുകൾ ഒഴുക്കി കിടക്കുന്ന വീട്. സ്പ്രിങ്ങൊന്നല്ല കേട്ടോ, ഉഞ്ഞാണ്. ഉന്നം. വെളുപ്പും വൃത്തിന്റെ കാര്യത്തിൽ എന്താ അറിയോ, ഇവിടെ കുറച്ച് കച്ചറയാണ്. ഞാൻ ഇവിടെ നിക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം ഒന്നല്ല എന്തപ്പോ കാട്ടണത്. അതൊക്കെ ഞാൻ പറയും. ഇങ്ങനെ പറയും ഞാൻ ക്യാമറയുടെ മുന്നിൽ. ഇവിടെ കൊറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. സാധാരണ നമ്മള് വീട്ടിലേക്ക് പോകുമ്പോ പിള്ളേരുടെ ട്രോഫികളൊക്കെ കിട്ടിയ സമ്മാനങ്ങളാണ്. അതൊക്കെ കിട്ടൂലടി. ഞാനതോടെ പറയുന്നില്ല, പറഞ്ഞാൽ സീനൊക്കെ അഫ്സലെന്നുള്ള പേര് ആർക്കും അറിയത്തില്ല. എന്താ ചെയ്യണേ? പാണ്ടിക്കാട് കുഞ്ഞാ. ഈ കാണുന്ന ആദ്യത്തെ ഫോട്ടോ റൊമാൻറ്റിക് അല്ലാന്ന് പറഞ്ഞിട്ട് ഇടക്ക് വരുമ്പോളേ ആണ്. ഇടയ്ക്ക് പറഞ്ഞിട്ട് എന്താ പനിയോ? സമാധാനല്ലേ വേണ്ടത്. ചില നേരത്ത് സമാധാനമൊക്കെ പോകും. ഏറ്റവും കൂടുതൽ വരക്ക് പറയുന്ന ആരാ? കേട്ടോ, പണ്ടൊക്കെ പാത്രങ്ങൾ ഇങ്ങനെ എടുത്തൊക്കെയല്ലേ ഒക്കെ ഞാൻ യൂസ് ചെയ്യും. ആന്ധ്രാജ് യൂസിന് പുതിയതൊന്നും വന്നു കഴിഞ്ഞാൽ ഓള് ഉപയോഗിച്ചു. ഞാൻ മരിച്ചു കഴിഞ്ഞാല് അതിലേറല്ലത് എല്ലാം ഞാൻ ഉപയോഗിച്ചൊക്കെ ഞാൻ പഴയതാക്കും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633888575. ഞാനിന്ന് നിൽക്കുന്നത് നമ്മുടെ മലപ്പുറത്തുകാരുടെ മാണിക്കല്ലിന്റെ വീടിന്റെ ഫ്രണ്ടിലാണ്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും അത് ആരാണെന്ന്. വേറെ ആൾ നമ്മുടെ കുഞ്ഞാൻ പാണ്ടിക്കാട് ഇക്കാടെ വീടിന്റെ ഫ്രണ്ടിലാണ് ഞാനുള്ളത്. അപ്പോൾ വീട്ടിലേക്ക് പോവാം, കുറേ വിശേഷങ്ങൾ അറിയാനുണ്ട്. വാ ഓയ്, നല്ല വർത്താനം. അങ്ങനെ പോണു. എന്താ മോളെ വർത്താനം? എനിക്കിത് സുഖമായിട്ട് പോടും. ഞാനിപ്പോ വന്നെന്ന് വെച്ചാല് ഇക്കാടെ വിശേഷങ്ങൾ അറിയണം, വീടിന്റെ വിശേഷങ്ങൾ അറിയണം. വിശേഷം അറിയാന്ന് പറഞ്ഞാല് സോഷ്യൽ മീഡിയയില് പാണ്ടിക്കാട് കുഞ്ഞാൻ ട്രോളെന്നോ അല്ലെങ്കിൽ പിന്നെ വിവാദം അടിച്ചു കഴിഞ്ഞാൽ ഇനി ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും അതില് ഫുള്ള് ഉണ്ടാവും. അത് മാത്രല്ലല്ലോ, നമുക്കൊന്നും എന്താണ് മനസ്സിലാക്കണ്ടേ? അല്ല, ജനങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. പറഞ്ഞാലോ? പറയണോ? പറയാം. അത് പറഞ്ഞു കഴിഞ്ഞാൽ തെറിക്കമന്റ് നിർത്തൂലേ? അത് നമ്മൾ എന്തിനാ വേണ്ടി? നമ്മൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ അധികം എന്താണ് ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ഇതൊക്കെ ചിന്തിക്കേണ്ടതുണ്ടോ? തന്നെ നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് ഉള്ളിലേക്ക് പോവാം. പോരി. വരും. ഇതാണ് നമ്മളെ പെര. ആറ്റ് നോറ്റുണ്ടാക്കിയ പെര. ഇതാണ് നമ്മളെ കെട്ടിയോള്. പാവം ഒരുപാട് ആൾക്കാർ പിരാഗി ഒരു വാത്തക്കാക്കിയ നമ്മളെ മാണിക്കക്കല്ല്. ഹലോ. വീട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഭയങ്കര ഒരു പീസ്ഫുൾ ഏരിയ. അതാണ്. ഇങ്ങനെ തന്നെയാണോ വീട്ടില്? ഇതുപോലെ പീസ്ഫുൾ ആണ്. നമുക്ക് വീട്ടിലെ കൊറേ കാര്യങ്ങള് ചോദിക്കാനുണ്ട്. ആദ്യം ചോദിക്കില്ല, ഈ വീട് വെച്ചിട്ട് എത്ര വർഷം? വീട് വെച്ചിട്ട് 11 വർഷമായി. വർഷം പോകുന്നുണ്ട് അല്ലേ? 11 വർഷമായി. ഇത് വലിയ കുന്നേന്നു. ഈ കുന്നൊക്കെ നിരത്തിക്കാണ്ട് അന്ന് ഞാന് പിന്നെ പുറത്ത് പെര കയറ്റാനുള്ള പരിപാടിയായിരുന്നു. ഇവിടുന്ന് പോയാണ്ട് വേറെ നമ്മളെ ജനിച്ചു വളർന്ന സ്ഥലം ഉണ്ടല്ലോ, ഇവിടെ തന്നെയാണ്, ഒരു 1/2 കിലോമീറ്റർ ഉള്ളൂ. അവിടെ കയറ്റാൻ വേണ്ടി സ്ഥലമൊക്കെ എടുത്താണ്ട് കയറ്റാൻ വേണ്ടി ഉള്ള പരിപാടി. അപ്പൊ ഇമ്മ പറഞ്ഞു, ഇഞ്ച കാലം വരെ ഇവിടെ പെര കയറ്റണം പറയാണ്ട് ഇഞ്ചമ്മ കയറ്റിച്ചാണ് ഇവിടെ. ഇഞ്ചമ്മാന്റെ കാലം കജ്ജണ വരെ ഇഞ്ചിഞ്ച മുന്നിൽ വേണമെന്ന് പറയാണ്ട് ഞാനാണ് ആദ്യം പെര കയറ്റിയത്. ഞാൻ പെര കയറ്റിയിട്ടാണ് തറവാടായിട്ടില്ല ആ പെര കയറ്റിയത് വാപ്പ. അതിന്റെ മുന്നേ അവിടെ നിരത്തിയിട്ടിരിക്കുന്ന സ്ഥലം കണ്ടില്ല നിങ്ങള്?
അതായിരുന്നു ഞങ്ങൾ ആദ്യത്തെ തറവാട്. ഇവിടെ കല്യാണം കഴിച്ച് പിന്നെ ഓടിട്ട വീടായിരുന്നു. ഒരു ഓടിട്ട വീടായിരുന്നു. അതിപ്പോ പൊളിച്ചു. ഇത് വെച്ച് 2 വർഷം കഴിഞ്ഞിട്ടാണ് അത് വെച്ചത്. ഈ രണ്ട് വീടും തൊട്ടടുത്താണ്, പക്ഷെ ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് നല്ല നമുക്ക് കാണുമ്പോൾ മനസ്സിലായി. ഇവിടെ എന്താ പറയാ, ഇവിടെ എത്ര ഒച്ചയും പുട്ടാള് ഇതാക്കിയാലും ഒരു മനസ്സറിയില്ല. അറിയില്ല, അതാണ് പീസ്ഫുൾ അതാണ്. പിന്നെ അയൽവാസിയൊക്കെ ഏകദേശം അറിയാം ഇഞ്ച ഒച്ചയും പുളി. അതുകൊണ്ട് പിന്നെ ഇവിടെ എന്ത് വന്നാലും ഒച്ച ഉണ്ടാക്കിയാലും ഓർക്കും മനസ്സിലാവും. അത് ഓന്റെ വീഡിയോ ഒക്കെ ആക്കാനും ഒക്കെ നമ്മളെ അത്രയും നല്ല ഫ്രണ്ട്ലി കേട്ടോ എല്ലാരും. നമ്മളെ പേരന്റെ ഉള്ളിൽ കണ്ട് കയറല്ലേ. ശകടങ്ങൾ ഇരിപ്പുണ്ട് ഇവിടെ. അല്ല ഇവിടെ എന്താ ഈ പറയല്ലേ നമ്മളെ പേരനെ കുറിച്ചുണ്ട്. ഇതിന് ഒരുപാട് വലിയ കഥ ഉണ്ട് ഈ പേരനെ കുറിച്ച് കണ്ട് പറയല്ലേ. പക്ഷെ അതൊക്കെ ഒന്നും ഇവിടെ പിന്നെ ഇതുവരെ ഞാനൊരു ഇന്റർവ്യൂവിലും ഞാൻ ഒരു മത്സരം ഒരു പിന്നെ ഇന്റർവ്യൂ അല്ല ഒരു ആക്കൂത്ത് ഞാൻ ഹോം ടൂർ ഞാൻ കൊടുത്തിട്ടില്ല. അല്ലല്ലോ, നമ്മൾ മാത്രം യൂട്യൂബ് തുടങ്ങി അന്ന് ഒരു 4 കൊല്ലം മുന്നാണ് ഇഞ്ച പേരന്റെ വീഡിയോ ഞാൻ ഇട്ടത്. പക്ഷെ ഇന്ന് ഇവരിഞ്ച മനസ്സറിയാൻ വേണ്ടി വന്നിക്കുകയാണെന്നാണ്. പക്ഷെ ഒക്കെ ഞാൻ തുറന്നു കൊടുക്കണ്ടല്ലോ ഇവിടെ. അല്ല അങ്ങനെ തുറക്കാൻ പറ്റൂല, കാരണം ഒരുപാട് ഇതുണ്ട്. കാരണം വീഡിയോയിൽ കാണുന്ന ആൾക്കാരൊന്നുമല്ലല്ലോ ഇപ്പൊ യഥാർത്ഥത്തിൽ ഉണ്ടാകുക അല്ലേ? ആണോ? ആയിക്കോട്ടെ, ഇങ്ങോട്ട് കയറി. വീടിനുള്ളിൽ വന്നിട്ടുണ്ട്. നമ്മളെ വീടിനുള്ളിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ അറിയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇത് ചെറിയ പേരല്ലേ. നമ്മളത് 11 വർഷം മുന്നുള്ള മോഡലാണ്, പഴയ മോഡലാണ്. ഒരു ഹാളും 3 ബെഡ്റൂം, 2 ബെഡ്റൂമും ഒരു ലിവിങ് റൂമും, മേലെ 2 ബെഡ്റൂമും ഒരു ഹാളും ആണ്. ഇതാണോ ചെറിയ വീട്? ഇത് ചെറുതന്നല്ലേ? ഇല്ല, എനിക്കിത് ചെറുതായിട്ട് തോന്നുന്നു. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവും? എത്ര ഉണ്ടാവും? 1650 ഉള്ളൂ. അല്ല അല്ലേ? അല്ല 1800. ഇവിടെ അപ്ഡേറ്റഡാ. എന്നാലും ഞാൻ 50 സ്ക്വയർ ഫീറ്റ് അല്ലേ കമ്മിയാക്കി. ഇനി ഇവിടെ നിന്ന് ഇവർ അടിപൊളി നമുക്ക് വേറെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതാണ് ലിവിംഗ് ഏരിയ എന്ന് പറയുന്നത്. ചെറുതല്ല, ഒരു നോർമൽ വീടാണ്. വീട് തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് മോഡല് പഴയ മോഡല്, 11 വർഷം മുന്നുള്ള വീടല്ലേ. ഇന്റീരിയലും മറ്റേ ജിപ്സം വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും ഇവിടെ ഭയങ്കര തണുപ്പ്, ഭയങ്കര കാര്യങ്ങളും അല്ലേ ഒക്കെയാണ്. കാരണം ഇവിടെ ഇരിക്കാൻ ഭയങ്കര സുഖമാണ്. ഇപ്പൊ നിലത്ത് ചവിട്ടിയാലും ഭയങ്കര തണുപ്പാണ്. ഗ്രാനൈറ്റ് ഇടണം അല്ലെങ്കിൽ മാർബോണൈറ്റ് ഇടണം. പിന്നെ ഇഷ്ടം മാർബിളാണ്. ആണ്. ഇനി നമ്മൾ ഈ ലിവിങ് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാല് ഇവിടെ കുറേ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. എന്താണ് ഇതിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു. നമുക്ക് ഓരോ പരിപാടിക്കൊന്നും ഇവിടുന്ന് പോകുമ്പോ മൊമെന്റോ കിട്ടിയതാണ്. സാധാരണ നമ്മള് വീട്ടിലേക്ക് പോകുമ്പോ പിള്ളേരുടെ ട്രോഫികളൊക്കെ കിട്ടിയ സമ്മാനങ്ങളാണ്. മറ്റേ സംഭവങ്ങളെല്ലാം ഉണ്ടാവുന്നല്ലേ നോർമലി നമ്മുടെ വീട് കാണിക്കുമ്പോ. ഇതിപ്പം കച്ചറ കേട്ടോ, ഇതെല്ലാം സാധാരണ ഞാൻ പറഞ്ഞ നമ്മള് സാധാരണ വീട്ടിൽ ചെല്ലുമ്പോ മക്കളുടെ ഒക്കെ കിട്ടുന്ന. പക്ഷെ കൂടുതൽ എനിക്ക് തോന്നുന്നു ഇക്കൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഇത് ഇൻഫ്ലുവൻസേഴ്സിന്റെ ആണല്ലേ. നമ്മളെ കിക്ക് പറഞ്ഞ ഇത് തുടങ്ങിയതാണ് സംഘടന, അതിൻ്റെതാണിത്. അത് കണ്ടോ കിട്ടിയിട്ടുണ്ട്. ചെറിയ പുള്ളിയല്ല എന്ന് കാണിക്കാനുള്ള സാധനങ്ങളൊക്കെ ഏകദേശം ഒക്കെ ഇവിടെ ഉണ്ട് അല്ലേ? പറഞ്ഞോ ഞാനതോടെ പറയുന്നില്ല, പറഞ്ഞ സീനൊക്കെ ഇതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെട്ടല്ലോ. കൊറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതിലെല്ലാത്തിനും അഫ്സൽ എന്നുള്ള പേര് ആർക്കും അറിയത്തില്ല, പക്ഷെ എല്ലാവർക്കും കുഞ്ഞാൻ മൂമെന്റോല് വരെ എന്താ ചെയ്യണേ, പാണ്ടിക്കാട് കുഞ്ഞാൻ. ഇത് നന്മ ചാരിറ്റബിൾ ട്രസ്റ്റ്. അതേപോലെ ഇത് കുട്ടിയാ കിട്ടിയാണ്. അങ്ങനെ ഒരുപാട് ഓരോ പിന്നെ പരിപാടിക്ക് ഓരോന്ന് ഇങ്ങനെ കിട്ടിയതുണ്ട്. ഈ ആധാർ കാർഡ് ആധാർ കാർഡ് ഫോട്ടോ കാണിക്കാൻ ഒരുപാടുണ്ടല്ലേ. ഇനി നമുക്ക് ഇതിലേക്ക് എന്റെ കണ്ണ് ആദ്യം വന്നപ്പോഴേ ഇതിലേക്കാട്ടാ പോയിട്ടുള്ളത്. ദുബായ് ഫോട്ടോസ്. നമ്മളൊരു സുഹൃത്ത് ചെയ്തുകൊണ്ട് കൂടുന്ന എന്താണ് ഈ കാണുന്ന ആദ്യത്തെ ഫോട്ടോ? റൊമാൻറ്റിക് അല്ലാന്ന് പറഞ്ഞിട്ട് ഇടക്ക് വരുമ്പോളെ ഇടയ്ക്കായിട്ട് എന്താ പനിയോ? റൊമാൻറ്റിക് ആയിട്ടുള്ള കുഞ്ഞാനെയൊക്കെ നമ്മൾ കാണാനുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിലുള്ള അല്ലേ ഹാപ്പി മൊമെന്റ്സ് ഒക്കെ കുറെ കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് നമ്മളൊരു സബ്സ്ക്രൈബർ
ഞമ്മക്ക് ചെയ്തു തന്നാണ്. ചെയ്തത് അതിലും ഇക്കാടെ പേരാണ് ഇട്ടുള്ളത്, പേരാണ് ഫുള്ള് ഇതാക്കിയിരിക്കണത്. ഓക്കെ നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ചു വെക്കാം. ഓക്കെ, ഇനിയിപ്പം ലിവിങ് ഏരിയയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രമാണുള്ളത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇനി നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഡൈനിങ് ഏരിയ ആണ്. അതിന്റെ ഉള്ളിക്ക് പോണോ? ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോകാൻ എന്തെങ്കിലും അത് നമുക്ക് സെറ്റാക്കാം. അയ്യോ ഞാൻ വെറുതെ ഞാനിങ്ങനെ കേട്ടിണ്ടിക്ക ഇവിടെ ഈ മലപ്പുറക്കാര് വലിയ സൽക്കാരമുള്ള പ്രിയരാണ്. എന്നിട്ട് ഈ ടേബിളിലൊന്നും ഇല്ലല്ലോ. അതൊന്നൊക്കെ അതിനൊന്നും ടൈം ആയിട്ടില്ല. ടൈം ആയിട്ടില്ല അപ്പൊ ഇതാണ് നമ്മളുടെ ഡൈനിങ് ഏരിയ എന്ന് പറയുന്നത്. ഒക്കെ പറഞ്ഞ മുകളില് അല്ലെ, മുകളില് 2 ബെഡ്റൂം ആണുള്ളത്. അപ്പൊ നമ്മള് ഇത് റൂം അല്ലെ, ഇത് റൂമാണുള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ബെഡ്റൂം എന്ന് പറയുന്നത്. ഇത് ആരുടെ ബെഡ്റൂം ആണ്? മക്കളുടെ ബെഡ്റൂം ആണ്. രണ്ടുപേരുടെ ബെഡ്റൂം ആണ്. ഇവിടെ പഴമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളെ ഒരു കലാകാരന്റെ ബിരുദാണ്. അതൊക്കെ പഴയ മോഡലല്ലേ, അപ്പൊ അതിനനുസരിച്ചുള്ള വരെയും കാര്യങ്ങളൊക്കെ. സമാധാനം ഉണ്ടല്ലോ ഇവിടെ. സമാധാനല്ലേ വേണ്ടത്, ചില നേരത്ത് സമാധാനമൊക്കെ പോകും. അത് ഞാൻ ഇതിവിടെ ഇറങ്ങിയിട്ടൊക്കെ അതിന് പരിഹാരം ഇത്തൊരു പാവല്ലേ, പച്ചപ്പാവം നമുക്ക് ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്ന ആരാ? ഉമ്മയാണോ അതോ വാപ്പയാണോ വഴക്ക് പറയുന്നത്? രണ്ടുപേരും പറയുന്നുണ്ട്, അത് ഇഷ്ടമായിട്ടുണ്ട് അല്ലേ. എന്നാൽ ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്ന ആരാണ്? ആണ് അല്ല, പിള്ള മനസ്സിൽ കള്ളമില്ല എന്ന് പറഞ്ഞതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്റെ കുട്ടി എന്ന് പറയുന്നത്. ഞാനാണോ കൂടുതൽ ആണ് അല്ല. അപ്പം ഇവിടുത്തെ ഏറ്റവും ഇപ്പാനെയാണ് ഉമ്മാനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ ചോദിച്ചു ഞാൻ. അവളെന്താ, അവള് ഇച്ചിരി ബുദ്ധിയും വിവേകവും വിവരമുള്ള കുട്ടി ആയതുകൊണ്ട് രണ്ടുപേരുടെയും പേര് പാട്ടുണ്ട്. ഒരു പാട്ട് പാടിയാലോ? ആ സുവർഗത്തിൽ പാടിക്കൊടുത്തു. നിങ്ങൾ അങ്ങ് പാടിക്കൊടുത്തോളൂ. നിങ്ങൾ വരണ മാറിന്നല്ല. അതൊന്നും അല്ല, ശരിക്കും പാടുള്ളൂ. അവള് ശരിക്കും ഇന്നിപ്പോ ഒരു ഷൈ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാവണം അവള് പാട്ട് പാടാത്തത്. പക്ഷെ അവളൊരു മിടുക്കി കുട്ടിയാണ്. നിങ്ങൾ ഈ പറയുന്ന പോലെ ആളൊരു പുലിയാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോയാലോ. ഇത് പോകുന്നതിന് മുന്നേ ഇവിടെ ഒരു സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടാ. ഇത് ഒരു പ്ലേ ബട്ടൺ ഒക്കെ ആണ്. കിട്ടിയപ്പോ വലിയ സന്തോഷം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അപ്പം അടുത്തത് ഇനി എന്നാണ്? ഗോൾഡ് തൊട്ടടുത്ത്. അതെ, നിങ്ങൾ മനസ്സ് വെച്ചാൽ അല്ലേ, അത്രയും പേരെ കിട്ടില്ലേ? അപ്പൊ കിട്ടും എന്ന് പറ, ക്യാമറ നോക്കി സപ്പോർട്ട് ചെയ്യാൻ പറയാ. അവള് കുറച്ചിന്ന് ഷൈ ആയിട്ട് നിക്കാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് നേരെ ഇനി അങ്ങോട്ടേക്ക് പോവാം. അവിടെയാണല്ലേ, അവിടെയാണ് ലിവിങ് ഏരിയ. അപ്പം അവിടെയാണ് ശരിക്കും ആണ് ഉള്ളത്. വരൂ, ബാ. ഇതാണ് ഒരു ലിവിങ് ഏരിയയുടെ ഒരു പാർട്ട് അല്ലേ. ആക്ച്വലി ഇത് പുറത്തുനിന്ന് ഒരു ഡോർ ഉണ്ട്, അവിടുന്ന് കേറി വരണം അല്ലേ, ഉള്ളിലേക്ക് വരാം, ഇവിടുന്ന് വരാം. 2 കുമ്പിടികൾ സാധനം തന്നെയാണ്. അതെ, വാതില് 2 വാതില് ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങക്ക് അതിലേക്കൂടെ വന്ന് വേണമെങ്കിൽ ഇതിലേക്കൂടെ കയറാം. ഈ കയറിലേക്കൂടെ ഓടും. ഇതാണ് ഇതിൽ കൂടെ തന്നെയാണ് പോലെ. അപ്പൊ ഇവിടെ ശരിക്കും ഇതിനുള്ള പർപ്പസ് ആണ് ആക്ച്വലി ഒരു ഗസ്റ്റ് ആയിട്ടുള്ള ഒരിതാണ്. അപ്പം ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഞാൻ ഇവിടെ തന്നെയാണ് നിസ്കാരം ഇതൊക്കെ ഇവിടെ തന്നെയാണ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പം ഇതാണ് ഇവിടെ ഒരു ലിവിങ് ഏരിയയിലെ ഒരു പാട്ട് എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് അടുത്ത റൂമിലേക്ക് പോയാലോ? അതെ, ഞങ്ങളെ ബെഡ്റൂം വേറെ ലെവലാട്ടോ. ആണ്, നമുക്ക് അങ്ങോട്ട് കണ്ടിട്ടില്ലല്ലോ നമ്മളെ ബെഡ്റൂം. അപ്പം ഇതാണ് ഇത്തയുടെ ബെഡ്റൂം എന്ന് പറഞ്ഞത് അല്ലെ. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ആ പ്രത്യേകത? ഒരു പ്രത്യേകത സംഭവം അറിയോ? ഇന്ന് ഞങ്ങൾ നാളെ പോവാണല്ലോ. അപ്പൊ അതിനില്ലേ
12 കൊല്ലത്തെ MRI സ്കാനിങ് ഇന്ന് തപ്പിയെടുത്തതാണ് ഞങ്ങള് രണ്ടാളും. അത് ഞങ്ങക്ക് നാളെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്ട്. നാളെ ഇവിടക്ക് പോവല്ലേ, രാവിലെ മെച്ചി പോകൂലേ? പോവാണ്. ഞാനും ഇനി ഇവളും കൂടി ആയിരിക്കും അടുത്ത ഇന്റർവ്യൂ. നമുക്കൊരു ആങ്കറായിട്ട് ആങ്കറായിട്ട് ഞാൻ എടുത്താലോ എന്ന് ആലോചിച്ചു. കോയമ്പത്തൂർ. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു പ്രത്യേകത ഈ റൂമിനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല തണുപ്പാണ് ഈ റൂം. അത് ഞാൻ പറയാൻ വരെയായിരുന്നു. കാരണം എന്ന് വെച്ചാല് ഒരു റൂമിലെ ഒരു തണുപ്പ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെ നിലവായിരിക്കും എന്ന് കേട്ടറിവുണ്ട് കേട്ടോ. അപ്പം ഭയങ്കര തണുപ്പല്ലേ യൂഷ്വലി അവിടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല തണുപ്പാണ് ആണ്. അപ്പൊ ഇവിടെ നല്ല തണുപ്പുണ്ട്. പിന്നെ എന്തുവാ, ഇതാണ് അവരുടെ ഒരു പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്നത് അല്ലെ, അവരുടെ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇവിടെയാണ് അവരുടെ എന്താണ് എല്ലാ അല്ല ഇവിടെ വെച്ചാണ് അവരുടെ വിഷമങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഒഴുക്കി കിടക്കുന്ന വീട് പറയുന്നത് ഇവിടെയാണ് കേട്ടോ. ഇതേ മാറി ഒന്ന് പെരിയിലുണ്ടെങ്കിൽ കണ്ടില്ലേ വരച്ചു. അതെല്ലാ കുട്ടികളും ചെറുപ്പത്തിൽ ഞാനും എങ്ങനെ ആയിരിക്കും എന്തെങ്കിലും വരച്ച് കുറിച്ചൊക്കെ വെക്കുന്ന ഒരു കൂട്ടത്തിലാണ്. അത് ഐറിൻ എല്ലായിടത്തും എഴുതിയേക്കാണ് അങ്ങനെ എഴുതി വെക്കുന്ന ഐറിനൊക്കെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എഴുതും. ഇപ്പൊ ഒരു എക്സ്പ്രഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അവൾ, അതൊന്ന് കാണിക്കാൻ പറ്റുമോ? എന്തോ ഒരു എക്സ്പ്രഷൻ ഇപ്പൊ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഇപ്പൊ എന്താ കാണിച്ചിട്ടുണ്ടായിരുന്നു അവളൊരു ഇങ്ങനെ കണ്ണിക്ക മുകളിലോട്ടൊക്കെ പോകുന്ന ഒരു എക്സ്പ്രഷൻ കാണിച്ചിട്ടുണ്ട്. ഞാനത് കാണിച്ച ട്രോള് കേട്ടു കേട്ടോ. അതുകൊണ്ടൊക്കെ കാട്ടി കൊടുക്കുമ്പോഴേ ഏതുമില്ല ജാടാണ്. ഇച്ചിരി മടിയാണെന്ന് തോന്നുന്നു കേട്ടോ കുട്ടിക്ക്. ഇന്ന് ഇത്തിരി ലേശം ഷൈ ആണ് അവൾ. ഓക്കെ, ഇതാണ് നമ്മള് ഇക്കടെ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇതുപോലത്തെ ഓരോ എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അവൾ ഓരോന്ന് കാണിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഇതാണ് ഇവരുടെ കിച്ചൺ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഒരു സ്റ്റോറി ഒക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്താണ് ഇവിടെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവം ഉണ്ട്. ഇവളായിട്ട് ഞാൻ എവിടെ പോയാലും ആദ്യം പാത്രങ്ങൾ ഇതാക്കും. പണ്ടൊക്കെ പാത്രങ്ങൾ ഇങ്ങനെ എടുത്തൊക്കെയല്ലേ. ലാസ്റ്റ് ഒരു ദിവസം എന്നോട് പറഞ്ഞേ ഒരൊറ്റ പാത്രം ഒറ്റ ബ്ലാങ്കറ്റ് ഞാൻ ഇവിടെ കൂല ഒക്കെ ഞാൻ യൂസ് ചെയ്യും. ആന്ധ്ര ജ്യൂസിന് പുതിയതൊന്നും വന്നു കഴിഞ്ഞാൽ ഓൾ ഉപയോഗിച്ചു. ഞാൻ മരിച്ചു കഴിഞ്ഞാല് അതിലേറല്ലത് എല്ലാം ഞാൻ ഉപയോഗിച്ചൊക്കെ ഞാൻ പഴയതാക്കും. പണ്ടേ ഞാൻ എന്ത് സംഭവം എടുത്തു വെക്കുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയല്ല, പുതിയത് വാങ്ങും അതപ്പൊ തന്നെ ഉപയോഗിക്കും. അത് സാധാരണ എല്ലാ വീട്ടുകാരും അങ്ങനെ കേട്ടോ. പുതിയത് എടുത്തിട്ട് ഗസ്റ്റിന് മാത്രം കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല തോന്നുന്നു. അല്ല, ഇവിടുത്തെ അവസ്ഥ ഇപ്പൊ അങ്ങനെയല്ല. പക്ഷെ എല്ലാ വീട്ടിലും അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ ബ്ലാങ്കറ്റുകളൊക്കെ ഇഷ്ടം പോലെ വാങ്ങും കേട്ടോ. ബ്ലാങ്കറ്റുകൾ വാങ്ങും, പാത്രങ്ങളൊക്കെ നല്ലോണം വാങ്ങുന്ന ഒരാളാണ്. എനിക്ക് പാത്രങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അത് നോൺ സ്റ്റിക്കിന്റെ പാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാനത് അപ്പൊ തന്നെ യൂസ് ആക്കും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ എല്ലാ വീട്ടിലും ചിലപ്പോ ഗസ്റ്റ് വരുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു പാത്രം. ഞങ്ങള് ഭക്ഷണം കഴിക്കൽ എവിടെയെന്ന് അറിയോ? എവിടെയാ? ഇവിടെ ഈ നിലത്ത് എല്ലാരും ഇരിക്കും. പക്ഷെ അത് നല്ല രസമാണ്. അതാണ് രസം. ഇവിടുന്ന് തന്നെയാണ്. ഇവിടെ ഒരു കുട്ടി സബ്സ്ക്രൈബർ ഇരുന്ന് കഴിക്കുന്നത് ഇവിടുന്നാണ് ഒക്കെയാണ്. നമുക്ക് ഇനി അങ്ങോട്ട് നമ്മൾ ടേബിൾ മൊക്കെ ഇരിക്കൂല. പോണ്ട, കാട്ടി കൊടുക്കണം. കാണണം. അലങ്കോലായി കിടക്കുകയാണ്. അത് കുഴപ്പമില്ല. നമ്മളൊക്കെ കിച്ചൺ എന്ന് പറയും, അല്ലെങ്കിൽ അടുക്കള എന്ന് പറയും. കിച്ചൺ എന്നല്ല, വടക്കിനിന്നാണ് ഇവര് പറയാ അല്ലേ? ഞാൻ സത്യം എല്ലാം കാണണം. പറഞ്ഞോട്ടെ, വടക്കിനിന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത്. പക്ഷെ എനിക്കത് വടക്കിനി എന്ന് പറയുമ്പോ പെട്ടെന്ന് ഞാൻ എവിടെയൊക്കെ അത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് കുറച്ചും ഞാൻ പറഞ്ഞ ഞാൻ വടക്കിനിയല്ല, ഞാൻ അടുക്കള. വടക്കിനിന്ന് പിന്നെ ഇവിടെ സാധാരണ എല്ലാരും പറയാറുണ്ടോ? ആരും പറയില്ല, കുഞ്ഞാ മാത്രമേ പറയുള്ളൂ. പ്രായമായ ആൾക്കാര് കുഞ്ഞിമോ അടക്കളയിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്താ അല്ല അടുക്കളന്ന് കുറച്ച് വെള്ളം എടുത്ത് പെരേന്ന് വെള്ളം എടുത്ത് ഇവര് പെരേന്നൊക്കെയാണ് ഞാൻ നിങ്ങളെ ഇത് കൊറേയൊക്കെ വീടെന്നൊക്കെ പറയാൻ നോക്കണ്ട്. ഞാൻ ചേട്ടൻ വരുന്നില്ല. അത് നമ്മള് പറയല്ലേ ക്ലിയർ ആവും. ആണ്. അതൊന്നും ഇവിടെ ഒന്ന് ക്യാമറയിൽ പറയൂ.
കാരണം അവള് ഭയങ്കര ആക്റ്റീവ് ആണല്ലേ, ഭയങ്കര ആക്റ്റീവ് ആണെന്ന് തോന്നുന്നുണ്ട് അല്ലേ? അച്ചാറ് നക്കുന്നുണ്ടാ. ഇത് നേരത്തെ ഒരു വീഡിയോ കണ്ടു, ഞാനിക്ക് ഈ സ്റ്റാൻഡേർഡ് ഒക്കെ ഞാൻ സംസാരിക്കാറുള്ളൂ എന്ന് പറഞ്ഞ പോലെ അവള് ഇപ്പൊ സംസാരിക്കണം. ആണ് പെരേന്ന് പറയില്ല, വീടിന്നേ പറയുള്ളൂ, വീടിന്നേ പറയുള്ളൂ. കിച്ചൺ എന്നൊക്കെയാണ് മോള് പറയുന്നത്. അങ്ങനെ തന്നെയാണ്. അങ്ങനെ പറയണ്ട, വടക്കിണി. എന്ത് വായ മോഡല് വടക്കിണി അങ്ങനെ പറയണം. ഐ വിൽ ട്രാക്ക് ദ ബോർഡ്സ് മാറ്റർ ഓഫ് ഇൻ ദ കൾച്ചർ. ഇനി തുറക്കാൻ പറ്റുമല്ലോ അത്. ഓക്കെ, എന്നാൽ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടില്ല. ഇത്രയാണ് കിച്ചൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി നേരെ അങ്ങോട്ടേക്ക് പോവാം. അപ്പൊ ഇവളാണ് എന്റെ കോ ആങ്കർ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇവളെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഓളെ കൊണ്ടേക്കോളെ 2 ദിവസം നിങ്ങള് 10 മിനിറ്റ് ഓളെ സഹിച്ചൂല. അല്ല, ഞാൻ ഇവളുടെ ഒരു വൈബാണെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോണ്ട് കുട്ടി, വെറുതെ നിങ്ങൾ വൈകുണ്ടാക്കരുത്. ഇനി 2 പേരും കൂടെ ഉണ്ട്. എന്ത് ചെയ്യവര്? ഒന്ന് തറവാട്ടിലുണ്ട്, പഠിച്ചാണ്. ഒരാള് ട്യൂഷന് പോയിട്ടുണ്ട്. റിച്ചു വലിയ ട്യൂഷൻ ഇരിക്കാണ്. 10ാം ക്ലാസ് അല്ലേ? ആണ്. ഇനി 10K. അതെ, 10K. ഇനി മുകളില് 2 റൂം, ഒരു ഹാളും ഒരു സിറ്റ് ഔട്ടും 2 ബെഡ്റൂമും ഒരു ഓപ്പൺ ടെറസ്. അത്രേ ഉള്ളൂ. 2 സിറ്റ് ഔട്ട് ഉണ്ട്. ആ, ഇതൊക്കെ ഉണ്ട് അവിടെ. അപ്പൊ നമ്മള് മാടല്ലേ വല്യമാന്റെ വാരി അപ്പൊ നമ്മള് വീടൊക്കെ നമ്മള് കണ്ടിട്ടുണ്ട്. സന്തോഷം. ഇതൊക്കെയാണ് വീട് സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനല്ല ഓള്. ആണ്. എപ്പോഴും കച്ചറുണ്ടാകുന്ന ഒരു കാര്യമാണ് ആ കാര്യത്തില്. ഭയങ്കര അച്ഛനുണ്ടാക്കും. അല്ല, പെണ്ണുങ്ങൾക്ക് അല്ല, ഈ മാത്രമല്ല വെളുപ്പും വൃത്തിന്റെ കാര്യത്തിൽ എന്താ അറിയോ, ഇവള് കുറച്ച് കച്ചറയാണ്. കാരണം നമ്മളവിടെ നേരിട്ടിട്ട് കയറി വന്ന കക്കി കാല് പോയാണ്ട് കാലൊക്കെ ഈ പേരന്റെ ഉള്ളിക്ക് കയറണ്ട, കച്ചറാവും. അപ്പൊ ഞാൻ പറയും അന്റെ താജ്മഹൽ ഇവിടെ നിക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാം കൂടെ ഊരിടും. അടുത്ത ഡ്രസ് കുഞ്ഞാനെ ഇപ്പൊ വേറെ ഡ്രസ് ഇടുകയാണെങ്കിൽ ആ ഡ്രസ് ഊരിട്ടിട്ട് ഇത് ഇവിടെ ഇട്ടിട്ട് അങ്ങോട്ട് പോകും. എനിക്ക് അതൊന്നും ഇഷ്ടമല്ല. കാട്ടുന്നത് അതൊക്കെ ഞാൻ പറയും. അതുകൊണ്ട് എല്ലാരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മള് അതൊക്കെ ഇങ്ങനെ പറയില്ല, ഞാൻ ക്യാമറയുടെ പറയാനെന്തേ ഇനി എന്താ പറയാനുള്ളത്. അപ്പോ ഇതാണ് ഇക്കാടെ വീടും ഇത്താടെ വീടും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ വിശേഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഓക്കെ, ബൈ.